നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് കാലചക്രദശ, നക്ഷത്രങ്ങളുടെ കാലചക്രദശ അല്ലെങ്കിൽ ദശാകാലം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും ദശാകാലമുണ്ടെന്നറിയാം. എന്നാൽ ഈ ദശാകാലങ്ങൾ കൃത്യമായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്കൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ദശാകാലങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്നു. ഈ സമയത്ത് കുറെ ആളുകൾ നമ്മൾ പറഞ്ഞ ദശാകാലങ്ങൾ തെറ്റാണ് എന്ന് പറയുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുകയുണ്ടായി കുറെ ആളുകൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ജ്യോതിഷത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് പറയുകയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ജാതക നിരൂപണത്തില് കാലചക്രദശ, നക്ഷത്രദശ എന്നിവയ്ക്ക് വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നക്ഷത്രത്തിന്റെ പാദം, അതായത് ഒരു നക്ഷത്രത്തിന് 15 നാഴിക വീതമുള്ള 4 പാദങ്ങളാണ് ഉള്ളത്. അല്ലെങ്കിൽ 1-ാം കാല, 2-ാം കാല, 3-ാം കാല, 4-ാം കാല, അങ്ങനെയൊക്കെ കാലുകൾ അടിസ്ഥാനമാക്കി കാലചക്രദശ കാണുന്നവരുമുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ 9 കാലചക്രദശയാണുള്ളത്. എന്നാൽ ഈ ജനന മരണങ്ങൾക്കിടയിൽ ഒരാൾ ഈ 9 ദശയും അനുഭവിച്ചു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാധാരണ ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ജാതകന്റെ നക്ഷത്രദശയ്ക്കാണ് ഇവര് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ മേടം, ഇടവം, മിഥുനം, കർക്കടകം, ധനു, മകരം എന്നീ രാശികളിൽ ഒന്നില് ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ രാത്രി ലഗ്നമായിട്ട് ജനിക്കുകയും ചെയ്താൽ നക്ഷത്രദശയെ അടിസ്ഥാനമാക്കി വേണം ഫലം ചിന്തിക്കേണ്ടത്. ചന്ദ്രന്റെ നവാംശക രാശ്യാധിപന്റെ യോഗമോ ദൃഷ്ടിയോഗമോ ചന്ദ്രന് സിദ്ധിച്ചാൽ കാലചക്ര ദശയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇങ്ങനെയാണ് ഒരാളുടെ ദശാകാലം കണക്കാക്കേണ്ടത്. പൊതുവിൽ പറഞ്ഞാൽ കാലചക്രദശയും നക്ഷത്രദശയും കൂട്ടിയോജിച്ച് ഫലം ചിന്തിക്കുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ജ്യോതിഷികൾക്കാണ് കൂടുതൽ മനസ്സിലാകുന്നത്, സാധാരണ ആളുകൾക്ക് മനസ്സിലാകില്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നതെന്ന് ഒന്ന് പറഞ്ഞതാണ്. ഓരോ നക്ഷത്രത്തിൽ പിറന്നവർക്കും 4 പാദങ്ങൾ എന്നതിലുപരി ആ 4 പാദങ്ങൾക്കും വരുന്ന കാലചക്ര ദശകളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെ ഉള്ള കാലചക്ര ദശകളല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ കാലചക്ര ദശയും പറയുന്നുണ്ട്, എല്ലാ നക്ഷത്രങ്ങളുടെയും പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളുടെയും ഇങ്ങനെ 1-ാം പാദം, 2-ാം പാദം എന്നുള്ള കാലചക്ര ദശയും പറയുന്നുണ്ട്. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ചില കാര്യങ്ങളിൽ തെറ്റാണെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്, അതും വിശദമാക്കുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് പാദത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഏത് ദശാകാലത്തിലൂടെയാണ് പോകുന്നതെന്ന്. നിങ്ങൾക്ക് അഥവാ ഇനി നിങ്ങളുടെ ദശാകാലം അറിയില്ല എങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായ സമയവും വേണം. സമയം അറിയത്തില്ലാത്തവർ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഏത് ദശയിലാണ് നിങ്ങൾ ജനിച്ചത് എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് സമയമുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സമയവും ഡേറ്റ് ഓഫ് ബർത്തും അറിയാവുന്നവർ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ദശയിൽ ഏത് നക്ഷത്രത്തിലാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് സാധാരണ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന രീതിയിലുള്ള ദശാകാലങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് കാലചക്ര ദശ അനുസരിച്ചുള്ള 4 പാദങ്ങൾ തിരിച്ചുള്ള ദശാകാലങ്ങളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജന്മത്തിൽ പാതി പോയി അങ്ങനെ ആദ്യ ദശാകാലത്തിന്റെ പകുതിയായിട്ടാണ് സാധാരണയായിട്ട് ജ്യോതിഷന്മാർ കൂട്ടുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. മുഴുവൻ ദശാകാലവും ഉൾപ്പെടുത്തി തന്നെയാണ്. അങ്ങനെയാണ് കുറെ ആളുകൾ നമ്മളോട് നിങ്ങൾ കണക്ക് കൂട്ടിയ ദശാകാലങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ എടുക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാരുടെ ദശാകാലം തുടങ്ങുന്നത് കേതുർദശയിലാണ്. ഓരോ ദശാകാലങ്ങൾക്കും സ്ഥിരമായിട്ട് ഇത്ര വർഷം എന്നുണ്ട്. അതായത് കേതുർദശയാണ് 7 വർഷം, ശുക്രനാണ് 20 വർഷം, അങ്ങനെ
ഓരോ ദശാകാലത്തിനും സ്ഥിരമായിട്ടുള്ള വർഷങ്ങളാണ്. അത് ഓരോരുത്തരിലേക്ക് ചെല്ലുമ്പോൾ അത് മാറുകയില്ല എന്നാദ്യം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ജന്മത്തിൽ പാതി പോയി, അതുകൊണ്ട് കേതുർദശ 4 വർഷം. എന്നാൽ കേതുർദശ 7 വർഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ 7 വർഷം, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് അങ്ങനെ ജന്മത്തിൽ പാതി പോയി എന്ന് പറഞ്ഞ് ഉള്ള ദശാകാലങ്ങളല്ല, പൂർണ്ണമായിട്ടുമുള്ള ദശാകാലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദശാകാലങ്ങളിലേക്ക് കിടക്കാം. അശ്വതി, മകം, മൂലം, ഈ 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരേപോലെയാണ് ദശാകാലങ്ങൾ വരുന്നത്. അതായത് ജനിക്കുമ്പോൾ ആദ്യത്തെ 7 വർഷം കേതുവും, പിന്നീടുള്ള 20 വർഷം ശുക്രനും, പിന്നീടുള്ള 6 വർഷം ആദിത്യനുമാണ്. അടുത്ത 10 വർഷം ചന്ദ്രനും, അടുത്ത 7 വർഷം ചൊവ്വയും, അടുത്ത 18 വർഷം രാഹുവും, അടുത്ത 16 വർഷം വ്യാഴവും, പിന്നീടുള്ള 19 വർഷം ശനിയും, പിന്നീടുള്ള 17 വർഷം ബുധനുമാണ്. ഇങ്ങനെ 9 കാലചക്രങ്ങളിലൂടെയാണ് ഇവര് കടന്നു പോകുന്നത്. ഈ 9 കാലചക്രങ്ങളും ജനനമരണത്തിനിടയ്ക്ക് ഒരു മനുഷ്യന് കിട്ടുക അപ്രാപ്യം തന്നെയാണ്. അടുത്തതായിട്ട് ഭരണിയും പൂരവും പൂരാടവും ഒരേ ദശാകാലങ്ങളിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ആദ്യ 20 വർഷം ശുക്രനാണ്, പിന്നീടുള്ള 6 വർഷം ആദിത്യനാണ്, അടുത്ത 10 വർഷം ചന്ദ്രനും, അടുത്ത 7 വർഷം ചൊവ്വയും, അടുത്ത 18 വർഷം രാഹുവും, അടുത്ത 16 വർഷം വ്യാഴവും, പിന്നീടുള്ള 19 വർഷം ശനിയും, അടുത്ത 17 വർഷം ബുധനും, അടുത്ത 7 വർഷം കേതുവുമാണ്. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ജന്മത്തിൽ പാതി കളഞ്ഞിട്ടുള്ള ദശാകാലങ്ങളല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങളുമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ജന്മത്തിൽ പാതി എങ്ങനെ പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് കാർത്തിക, ഉത്രം, ഉത്രാടം, ഈ 3 നക്ഷത്രങ്ങളും ഒരേ ദശാകാലങ്ങളിലാണ് പോകുന്നത്. ആദിത്യൻ 6 വർഷവും, ചന്ദ്രൻ 10 വർഷവും, ചൊവ്വ 7 വർഷവും, രാഹു 18 വർഷവും, വ്യാഴം 16 വർഷവും, ശനി 19 വർഷവും, ബുധൻ 17 വർഷവും, കേതു 7 വർഷവും, ശുക്രൻ 20 വർഷവുമാണ്. അടുത്തത് രോഹിണി, അത്തം, തിരുവോണം, ഈ നക്ഷത്രക്കാർക്കും ദശാകാലങ്ങൾ ഒരുപോലെയാണ് പോകുന്നത്. ആദ്യമേ ചന്ദ്രനാണ് വരുന്നത് 10 വർഷം, പിന്നീട് ചൊവ്വ 7 വർഷം, അടുത്തത് രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം. ഇങ്ങനെയാണ് ഈ ദശാകാലങ്ങൾ പോകുന്നത്. അടുത്തതായിട്ട് മകയിരം, ചിത്തിര, അവിട്ടം, ഈ നക്ഷത്രക്കാർക്കെല്ലാം ദശാകാലങ്ങൾ ഒരുപോലെയാണ്. ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത്. തിരുവാതിര, ചോതി, ചതയം, ഈ 3 നക്ഷത്രക്കാർക്കും ഒരേപോലെയാണ് ദശാകാലങ്ങൾ പോകുന്നത്. രാഹു 18 വർഷവും, പിന്നീടുള്ള 16 വർഷം വ്യാഴവും, അടുത്ത 19 വർഷം ശനിയും, പിന്നീടുള്ള 17 വർഷം ബുധനും, അടുത്ത 7 വർഷം കേതുവും, പിന്നീടുള്ള 20 വർഷം ശുക്രനും, അടുത്ത 6 വർഷം ആദിത്യനും, അടുത്ത 10 വർഷം ചന്ദ്രനും, പിന്നീടുള്ള 7 വർഷം ചൊവ്വയുമാണ് ഇവർക്ക്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി, ഈ 3 നക്ഷത്രങ്ങളും ഒരേ ദശാകാലങ്ങളിൽ ഉള്ള നക്ഷത്രങ്ങളാണ്. വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത്. അടുത്തതായിട്ട് പൂയം, അനിഴം, ഉത്രട്ടാതി, ഈ 3 നക്ഷത്രക്കാർക്ക് ഒരേ രീതിയിലാണ് ദശാകാലങ്ങൾ പോകുന്നത്. ശനി 19 വർഷവും, ബുധൻ 17 വർഷവും, കേതു 7 വർഷവും, ശുക്രൻ 20 വർഷവും, ആദിത്യൻ 6 വർഷവും, ചന്ദ്രൻ 10 വർഷവും, ചൊവ്വ 7 വർഷവും, രാഹു 18 വർഷവും, വ്യാഴം 16 വർഷവുമാണ്. അടുത്തതായിട്ട് ആയില്യവും, തൃക്കേട്ടയും, രേവതിയും ഒരേ ദശാകാലങ്ങളിൽ പോകുന്ന നക്ഷത്രങ്ങളാണ്. ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സാധാരണയുള്ള ദശാകാലങ്ങളാണ്. പക്ഷേ ഇതിലുപരി നമ്മളുടെ പാദങ്ങൾ തിരിച്ചുള്ള ദശാകാലങ്ങൾ വരുമ്പോൾ
ഇതെല്ലാം മുഴുവനായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ജാതകനും 4 പാദങ്ങൾ എന്നതിലുപരി ആ 4 പാദങ്ങളിൽ വരുന്ന കാലചക്ര ദശയാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് പണ്ടുള്ള ജ്യോതിഷന്മാരൊക്കെ ഇത് വെച്ച് ആയിരുന്നു കണക്ക് കൂട്ടിരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ മേൽപ്പറഞ്ഞ ദശാകാലങ്ങളെ ജന്മത്തിന്റെ പകുതിയാക്കി അല്ലാതെയുമൊക്കെ കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ ഫലങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പല പല വ്യത്യാസങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ദശാകാലങ്ങൾ കൃത്യമായി കേൾക്കുകയും നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ആ പാദത്തിൽ വരുന്ന ദശാകാലങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനുശേഷം നിങ്ങളുടെ പ്രായവുമായി ഒത്തുനോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ ഏത് ദശാകാലത്തിലൂടെയാണ് പോകുന്നതെന്ന്. അശ്വതി നക്ഷത്രക്കാർക്ക് തന്നെ ഒരേ സമയം ഒരേ പ്രായത്തിലുള്ളവർക്ക് 4 ദശാകാലങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചാല് യഥാക്രമം മേട കുജൻ 7 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മിഥുന ബുധൻ 9 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങ രവി 5 വർഷവും കന്നി ബുധൻ 9 വർഷവും തുലാശുക്രൻ 16 വർഷവും വൃശ്ചിക കുജൻ 7 വർഷവും ധനു വ്യാഴം 10 വർഷവും ആകെ 100 വർഷമായിട്ടാണ് ഈ അശ്വതി നക്ഷത്രക്കാരുടെ 1-ാം പാദത്തെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. അശ്വതി 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മകരശനി 4 വർഷവും കുംഭശനി 4 വർഷവും മീന വ്യാഴം 10 വർഷവും വൃശ്ചിക കുജൻ 7 വർഷവും തുലാ ശുക്രൻ 16 വർഷവും കന്നി ബുധൻ 9 വർഷവും ചിങ്ങരവി 5 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും മിഥുന ബുധൻ 9 വർഷവുമായി ആകെ 85 വർഷമായിട്ടാണ് നമ്മൾ ഈ അശ്വതി 2-ാം പാദത്തിലുള്ളവരെ കണക്കാക്കുന്നത്. അശ്വതി 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മിഥുന ബുധൻ 9 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മേടക്കുജൻ 7 വർഷവും തുലാശുക്രൻ 16 വർഷവും കന്നി ബുധൻ 9 വർഷവും ചിങ്ങരവി 5 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും അങ്ങനെ മൊത്തം 83 വർഷമായിട്ടാണ് അശ്വതി 3-ാം പാദത്തിൽ ജനിച്ചവരെ കണക്കാക്കുന്നത്. അശ്വതി 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും കന്നി ബുധൻ 9 വർഷവും തുലാശുക്രൻ 16 വർഷവും വൃശ്ചിക ചൊവ്വ 7 വർഷവും ധനു വ്യാഴം 10 വർഷവും മകരശനി 4 വർഷവും കുംഭശനി 4 വർഷവും മീന വ്യാഴം 10 വർഷവും. ഇങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ അശ്വതി 4-ാം പാദക്കാരിൽ 86 വർഷമാണ് കണക്കാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഭരണി നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ വൃശ്ചിക കുജൻ 7 വർഷവും തുലാശുക്രൻ 16 വർഷവും കന്നി ബുധൻ 9 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും മിഥുന ബുധൻ 9 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മേടചൊവ്വ 7 വർഷവും മീനവ്യാഴം 10 വർഷവും ആകെ 100 വർഷമാണ് ഭരണി നക്ഷത്രക്കാരുടെ 1-ാം പാദത്തിൽ പറയുന്നത്. 2-ാം പാദത്തിലേക്ക് കിടക്കുമ്പോൾ കുംഭശനി 4 വർഷവും മകരശനി 4 വർഷവും ധനുവ്യാഴം 10 വർഷവും മേടക്കുജൻ 7 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മിഥുന ബുധൻ 9 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും കന്നി ബുധൻ 9 വർഷവും അങ്ങനെ ആകെ 85 വർഷമാണ് 2-ാം പാദത്തിലുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പറയുന്നത്. 3-ാം പാദത്തിലുള്ള ഭരണി നക്ഷത്രക്കാരിലേക്ക് വരുമ്പോൾ തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനു വ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീന വ്യാഴം 10 വർഷവും മേടക്കുജൻ 7 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മിഥുന ബുധൻ 9 വർഷവും ഇങ്ങനെ ആകെ 83 വർഷമാണ് 3-ാം പാദത്തിൽ ലഭിക്കുന്നത്. 4-ാം പാദത്തിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും മിഥുന ബുധൻ 9 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മേടക്കുജൻ 7 വർഷവും മീനവ്യാഴം 10 വർഷവും കുംഭശനി 4 വർഷവും മകരശനി 4 വർഷവും ധനുവ്യാഴം 10 വർഷവും ആകെ 86 വർഷമാണ് ഭരണി 4-ാം പാദത്തിൽ പറയുന്നത്.
അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രത്തില് ജനിച്ചു കഴിഞ്ഞാല് കാർത്തിക 1-ാം പാദത്തിൽ മേടക്കുജൻ 7 വർഷവും ഇടവ ശുക്രൻ 16 വർഷവും മിഥുന ബുധൻ 9 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും കന്നിബുധൻ 9 വർഷവും തുലാശുക്രൻ 16 വർഷവും വൃശ്ചിക കുജൻ 7 വർഷവും ധനുവ്യാഴം 10 വർഷവും അങ്ങനെ ആകെ 100 വർഷങ്ങളാണ് 1-ാം പാദത്തിൽ വരുന്നത്. 2-ാം പാദത്തിലേക്ക് എത്തുമ്പോൾ മകരശനി 4 വർഷവും കുംഭശനി 4 വർഷവും മീനവ്യാഴം 10 വർഷവും വൃശ്ചിക കുജൻ 7 വർഷവും തുലാശുക്രൻ 16 വർഷവും കന്നിബുധൻ 9 വർഷവും കർക്കിടക ചന്ദ്രൻ 21 വർഷവും ചിങ്ങരവി 5 വർഷവും മിഥുന ബുധൻ 9 വർഷവും അങ്ങനെ ആകെ 85 വർഷങ്ങൾ വരുന്നുണ്ട്. കാർത്തിക 3-ാം പാദത്തിലാണെങ്കിൽ ഇടവ ശുക്രനിലാണ് ആരംഭം 16 വർഷമാണ്, മേടക്കുജൻ 7 വർഷമാണ്, മീനവ്യാഴം 10 വർഷമാണ്, കുംഭശനി 4 വർഷമാണ്, മകരശനി 4 വർഷമാണ്, ധനുവ്യാഴം അടുത്ത 10 വർഷമാണ്, പിന്നീടുള്ള 7 വർഷം വൃശ്ചിക കുജനാണ്, അടുത്ത 16 വർഷം തുലാശുക്രനാണ്, അടുത്ത 9 വർഷം കന്നി ബുധനാണ്. ആകെ മൊത്തം 83 വർഷമാണ്. 4-ാം പാദത്തിലാണ് കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 5 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 86 വർഷമാണ്. അടുത്തായിട്ട് രോഹിണി നക്ഷത്രത്തിലാണ് ജനിക്കുന്നതെങ്കിൽ രോഹിണി നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ ധനു വ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ആകെ 86 വർഷമാണ് 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് കിട്ടുന്ന ഫലങ്ങള്. 2-ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവ ശുക്രൻ 16 വർഷവും, ആകെ 83 വർഷമാണ് കിട്ടുന്നത്. 3-ാം പാദത്തിൽ ജനിച്ചാല് കന്നിബുധൻ 9 വർഷമാണ്, പിന്നീടുള്ള ചിങ്ങരവിയാണ് 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷമാണ് പിന്നീട് വരുന്നത്, മിഥുന ബുധനാണ് 9 വർഷം അടുത്തത്, അതിനുശേഷം ഇടവ ശുക്രനാണ് 16 വർഷം, അതിനുശേഷം മേടക്കുജനാണ് 7 വർഷം, അടുത്ത 10 വർഷം ധനുവ്യാഴമാണ്, പിന്നീടുള്ള മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, ആകെ 85 വർഷമാണ് രോഹിണി നക്ഷത്രക്കാരുടെ 3-ാം പാദത്തിൽ ജനിച്ചാൽ ലഭിക്കുന്നത്. രോഹിണി നക്ഷത്രം 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ആകെ 86 വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്, 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് മകയിരം നക്ഷത്രക്കാരുടെ പാദങ്ങൾ നോക്കുകയാണെങ്കിൽ മകയിരം 1-ാം പാദത്തിൽ ജനിച്ചവര് മീനവ്യാഴം 10 വർഷമാണ് ആദ്യം, പിന്നീട് മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ആകെ 100 വർഷമാണ് മകയിരം നക്ഷത്രക്കാരുടെ 1-ാം പാദത്തിലുള്ളവർക്ക്. 2-ാം പാദത്തില് മിഥുന ബുധനാണ് തുടങ്ങുന്നത്, 9 വർഷമാണ്, ഇടവ ശുക്രൻ 16 വർഷമാണ്, മേടക്കുജൻ 7 വർഷമാണ്, ധനുവ്യാഴം 10 വർഷമാണ്, മകരശനി 4 വർഷമാണ്, കുംഭശനി 4 വർഷമാണ്, മീനവ്യാഴം 10 വർഷമാണ്, വൃശ്ചിക കുജൻ 7 വർഷമാണ്, തുലാശുക്രൻ 16 വർഷം, അങ്ങനെ 83 വർഷം ഇവർക്ക് ലഭിക്കുന്നതാണ്. 3-ാം പാദത്തിൽ ജനിച്ചവർക്ക് മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 15 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ആകെ 95 വർഷമാണ് 3-ാം പാദത്തിലുള്ളവർക്ക് ലഭിക്കുന്നത്. 4-ാം പാദത്തിലേക്ക് എത്തുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് ധനു വ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാ ശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവ ശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, അങ്ങനെ 100 വർഷം ആണ് ലഭിക്കുന്നത്. അടുത്തായിട്ട്
തിരുവാതിര നക്ഷത്രക്കാരുടെ ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, അങ്ങനെ ആകെ 86 വർഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാം പാദത്തിൽ മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ മൂന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മിഥുന ബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, അങ്ങനെ ആകെ 100 വർഷങ്ങളാണ് ലഭിക്കുന്നത്. അടുത്തായിട്ട് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൽ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, അങ്ങനെ ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. രണ്ടാം പാദത്തിൽ പുണർദം നക്ഷത്രക്കാർക്ക് മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. അടുത്തത് മൂന്നാം പാദത്തിലാണ് പുണർദം നക്ഷത്രക്കാർ ജനിക്കുന്നതെങ്കിൽ ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. നാലാം പാദത്തിലാണ് പുണർദം നക്ഷത്രക്കാർ ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, ആകെ 86 വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് പൂയം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, അങ്ങനെ ആകെ 100 വർഷങ്ങളാണ് ലഭിക്കുന്നത്. രണ്ടാം പാദത്തിലാണ് പൂയം നക്ഷത്രക്കാരുടെ ജനനമെങ്കിൽ കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, കന്നിബുധൻ 9 വർഷവും, അങ്ങനെ ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. മൂന്നാം പാദത്തില് ആണ് ജനനമെങ്കിൽ തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ആകെ 83 വർഷമാണ് പൂയം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. പൂയം നക്ഷത്രക്കാരുടെ നാലാം പാദത്തിലാണെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മിഥുന വ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. ആയില്യം നക്ഷത്രക്കാരുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ആയില്യം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മേടക്കുജനാണ് ആദ്യത്തെ 7 വർഷം. പിന്നീടുള്ള 16 വർഷം ഇടവശുക്രനാണ്. അടുത്തത് മിഥുന ബുധനാണ് 9 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം,
വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം. അങ്ങനെ ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. രണ്ടാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. മൂന്നാം പാദത്തിലാണ് ആയില്യം നക്ഷത്രക്കാർ ജനിച്ചതെങ്കിൽ ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, കന്നിബുധൻ 9 വർഷം. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. ഇനിയും നാലാം പാദത്തിലാണ് ആയില്യം നക്ഷത്രക്കാർ ജനിച്ചതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 86 വർഷമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് മകം നക്ഷത്രക്കാരുടെയാണ്. മകം നക്ഷത്രക്കാര് ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ധനുവ്യാഴം 10 വർഷവും, മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും ആയിട്ട് 86 വർഷമാണ് ലഭിക്കുന്നത്. രണ്ടാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. മൂന്നാം പാദത്തിലാണ് മകം നക്ഷത്രക്കാർ ജനിച്ചതെങ്കിൽ കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. മകം നക്ഷത്രക്കാരുടെ നാലാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും. ആകെ 100 വർഷമായിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് പൂരം നക്ഷത്രക്കാരുടെ ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം. ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. പൂരം രണ്ടാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം. അങ്ങനെ ആകെ 83 വർഷം ലഭിക്കുന്നതാണ്. പൂരം നക്ഷത്രക്കാരുടെ മൂന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. പൂരം നക്ഷത്രക്കാരുടെ നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ധനുവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം. ആകെ 100 വർഷമാണ് പൂരം നക്ഷത്രക്കാരുടെ നാലാം പാദത്തിൽ ലഭിക്കുന്നത്. ഉത്രം നക്ഷത്രക്കാരുടെ എടുക്കുകയാണെങ്കിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഒന്നാം പാദത്തിൽ ജനിച്ചാൽ മീനവ്യാഴമാണ് 10 വർഷം, കുംഭശനി അടുത്ത 4 വർഷം, മകരശനി അടുത്ത 4 വർഷം, ധനുവ്യാഴം അടുത്ത 10 വർഷം, വൃശ്ചിക കുജൻ അടുത്ത 7 വർഷം, അതിനുശേഷം തുലാശുക്രൻ 16 വർഷം, അടുത്ത കന്നി ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം. ആകെ 86 വർഷമാണ് ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്ന ഫലങ്ങള്. രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം. ആകെ 83 വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. നാലാം പാദത്തിൽ ഉത്രം നക്ഷത്രക്കാരി ജനിക്കുകയാണെങ്കിൽ ധനുവ്യാഴം 10 വർഷം,
വൃശ്ചിക കുജൻ 7 വർഷം, തുലാ ശുക്രൻ 16 വർഷം, കന്നി ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം. ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. അത്തം നക്ഷത്രം 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാ ശുക്രൻ 16 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ 100 വർഷങ്ങളാണ് ലഭിക്കുന്നത്. 2-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാ ശുക്രൻ 16 വർഷം, കന്നി ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. അടുത്ത അത്തം നക്ഷത്രക്കാരുടെ 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാ ശുക്രൻ 16 വർഷം, കന്നി ബുധൻ 9 വർഷം. ആകെ 83 വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അത്തം നക്ഷത്രക്കാരുടെ 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 86 വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ചിത്തിര നക്ഷത്രത്തില് 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ വൃശ്ചിക കുജൻ 7 വർഷവും, തുലാ ശുക്രൻ 16 വർഷവും, കന്നി ബുധൻ 9 വർഷവും, ഇടവ ശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. 2-ാം പാദത്തിൽ കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. ചിത്തിര നക്ഷത്രക്കാരുടെ 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ 3-ാം പാദത്തില് തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനു വ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ 86 വർഷങ്ങൾ ലഭിക്കുന്നുണ്ട്. ചോതി നക്ഷത്രത്തിന്റെ എടുക്കുകയാണെങ്കിൽ ചോതി നക്ഷത്രം 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ 100 വർഷമാണ്. 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാ ശുക്രൻ 16 വർഷം, കന്നി ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ്. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇടവ ശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, കന്നി ബുധൻ 9 വർഷം. ആകെ 83 വർഷമാണ്. 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 86 വർഷം. വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം. ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. 2-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ കന്നി ബുധൻ 9 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം
10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാരുടെ 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാരുടെ 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് അനിഴം നക്ഷത്രക്കാരുടേതാണ്. അനിഴം നക്ഷത്രക്കാർ ആദ്യ പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. അനിഴം 2-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, അങ്ങനെ 83 വർഷമാണ് ലഭിക്കുന്നത്. അനിഴം നക്ഷത്രം 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. 4-ാം പാദത്തിലാണ് അനിഴം നക്ഷത്രക്കാർ ജനിക്കുന്നതെങ്കിൽ ധനുവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവ ശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കേട്ട 1-ാം കാലിൽ ജനിച്ചാല് മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷമാണ്, വൃശ്ചിക കുജൻ 7 വർഷമാണ്, ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവുമായിട്ട് 83 വർഷമാണ് ലഭിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. 4-ാം പാദത്തിലാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ജനിക്കുന്നതെങ്കിൽ ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, ആകെ 100 വർഷം ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് മൂലം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണ്. മൂലം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, ധനുവ്യാഴം 10 വർഷവും, ആകെ അങ്ങനെ 100 വർഷം ലഭിക്കുന്നുണ്ട്. 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മകരശനി 4 വർഷവും, കുംഭശനി 4 വർഷവും, മീനവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ചിങ്ങരവി 5 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, അങ്ങനെ ആകെ 85 വർഷമാണ് മൂലം നക്ഷത്രക്കാരുടെ 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്നത്. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, ആകെ 83 വർഷം ലഭിക്കുന്നുണ്ട്. മൂലം നക്ഷത്രക്കാരുടെ 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം,
കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 86 വർഷം ലഭിക്കുന്നുണ്ട്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരുടേതാണ്. പൂരാടം നക്ഷത്രക്കാർ 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, മിഥുനബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 100 വർഷം ലഭിക്കുന്നുണ്ട്. പൂരാടം നക്ഷത്രക്കാരുടെ 2-ാം പാദത്തിലാണെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുനബുധൻ 9 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം, ആകെ 85 വർഷം ലഭിക്കുന്നുണ്ട്. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ആകെ 83 വർഷം ലഭിക്കുന്നുണ്ട്. 4-ാം പാദത്തിലാണ് പൂരാടം നക്ഷത്രക്കാരെ ജനിക്കുന്നതെങ്കിൽ ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, മിഥുനബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, ആകെ 86 വർഷം ലഭിക്കുന്നു. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്രാടം 1-ാം പാദത്തിലാണെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുനബുധൻ 9 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, ആകെ 100 വർഷമാണ് ലഭിക്കുന്നത്. ഉത്രാടം 2-ാം പാദത്തിലാണെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, മിഥുന ബുധൻ 9 വർഷം, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. ഉത്രാടം 3-ാം പാദത്തിന് ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീന വ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും, ആകെ 83 വർഷം ലഭിക്കുന്നുണ്ട്. 4-ാം പാദത്തിൽ ഉത്രാടം നക്ഷത്രക്കാർ ജനിക്കുകയാണെങ്കിൽ 4-ാം പാദത്തിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാര് 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുനബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, കന്നിബുധൻ 9 വർഷവും, തുലാശുക്രൻ 16 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, ആകെ 100 വർഷം ലഭിക്കുന്നുണ്ട്. തിരുവോണം നക്ഷത്രക്കാരുടെ 2-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ കന്നിബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, ആകെ 83 വർഷം ലഭിക്കുന്നുണ്ട്. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കന്നിബുധൻ 9 വർഷം, ചിങ്ങരവി 5 വർഷം, കർക്കിടക ചന്ദ്രൻ 21 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാരുടെ 4-ാം പാദത്തില് മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രം 1-ാം പാദം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, വൃശ്ചിക കുജൻ 7 വർഷവും, തുലാശുക്രൻ 16 വർഷവും, കന്നിബുധൻ 9 വർഷവും, ചിങ്ങരവി 5 വർഷവും, കർക്കിടക ചന്ദ്രൻ 21 വർഷവും, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. അവിട്ടം 2-ാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ തുലാശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീന വ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുനബുധൻ 9 വർഷം, ആകെ 83 വർഷം ലഭിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നിബുധൻ 9 വർഷം,
തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ ഇവരുടെ കാലഘട്ടങ്ങൾ പോകുന്നത്. അടുത്തതായിട്ട് ചതയം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ചതയം നക്ഷത്രക്കാർ 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീന വ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ശുക്രൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം. ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ചതയം നക്ഷത്രക്കാര് കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. ചതയം നക്ഷത്രം 3-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. ചതയം നക്ഷത്രക്കാരുടെ 4-ാം പാദത്തിലാണെങ്കിൽ മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം. ആകെ 100 വർഷമാണ്. അടുത്തതായിട്ട് പൂരിരുട്ടാതി നക്ഷത്രക്കാരുടെ 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ 100 വർഷം. പൂരിരുട്ടാതി 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്യബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ് ലഭിക്കുന്നത്. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇടവശുക്രൻ 16 വർഷവും, മേടക്കുജൻ 7 വർഷവും, മീനവ്യാഴം 10 വർഷവും, കുംഭശനി 4 വർഷവും, മകരശനി 4 വർഷവും, ധനുവ്യാഴം 10 വർഷവും, മേടക്കുജൻ 7 വർഷവും, ഇടവശുക്രൻ 16 വർഷവും, മിഥുന ബുധൻ 9 വർഷവും. ആകെ 83 വർഷമാണ് ലഭിക്കുന്നത്. 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ വൃശ്ചികക്കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്യബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം, ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 100 വർഷം ലഭിക്കുന്നതാണ്. ഉത്രട്ടാതി 2-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം. ആകെ 85 വർഷമാണ്. 3-ാം പാദത്തിലാണെങ്കിൽ തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 83 വർഷമാണ്. 4-ാം പാദത്തില് കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം. ആകെ 86 വർഷമാണ് ലഭിക്കുന്നത്. രേവതി നക്ഷത്ര ഫലം എടുക്കുകയാണെങ്കിൽ രേവതിയുടെ 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം, മിഥുന ബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്യബുധൻ 9 വർഷം, തുലാശുക്രൻ 16 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം. ആകെ 100 വർഷമാണ്. 2-ാം പാദത്തിലാണെങ്കിൽ മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, വൃശ്ചികക്കുജൻ 7 വർഷം, തുലാശുക്രൻ 16 വർഷം, കന്യബുധൻ 9 വർഷം, കർക്കടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, മിഥുന ബുധൻ 9 വർഷം. ആകെ 85 വർഷം ലഭിക്കും. 3-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇടവശുക്രൻ 16 വർഷം, മേടക്കുജൻ 7 വർഷം, മീനവ്യാഴം 10 വർഷം, കുംഭശനി 4 വർഷം, മകരശനി 4 വർഷം, ധനുവ്യാഴം 10 വർഷം, മേടക്കുജൻ 7 വർഷം, ഇടവശുക്രൻ 16 വർഷം,
മിഥുന ബുധൻ 9 വർഷം, ആകെ 83 വർഷമാണ്. 4-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ കർക്കിടക ചന്ദ്രൻ 21 വർഷം, ചിങ്ങരവി 5 വർഷം, കന്നി ബുധൻ 9 വർഷം, തുലാ ശുക്രൻ 16 വർഷം, വൃശ്ചിക കുജൻ 7 വർഷം, ധനുവ്യാഴം 10 വർഷം, മകരശനി 4 വർഷം, കുംഭശനി 4 വർഷം, മീനവ്യാഴം 10 വർഷം, ആകെ 86 വർഷം. ഇത്രയുമാണ് ഒരു നക്ഷത്രക്കാരന് 4 പാദങ്ങളിൽ വരുന്ന കാലചക്രദശ. അപ്പോൾ ഈ കാലചക്രദശ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏകദേശം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകും. പൊതുവായിട്ടുള്ള ദശാകാലങ്ങൾ വെച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. സമയം കൂടി വെച്ചുള്ള കാലചക്രദശയൊക്കെ നിങ്ങൾ കണക്കാക്കാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും നിങ്ങൾ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് അറിയില്ല എങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൃത്യമായി എഴുതുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്. സമയം അറിയില്ല എങ്കിൽ എഴുതിയിട്ട് കാര്യമില്ല. ദശാകാലം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏത് പാദത്തിലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കൃത്യമായി കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.